ഹേ ഓൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഒരു യമഹ R3 ട്വിൻ സിലിണ്ടറിൻ്റെ ഒരു റെസ്റ്റോറേഷൻ സ്റ്റോറിയാണ്. ഇതിൽ നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത്യാവശ്യം ഒരു മോശം കണ്ടീഷനായിരുന്നു. അത് കസ്റ്റമർ കർണാടകയിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കസ്റ്റമേഴ്സിൻ്റെ നീഡ് പറഞ്ഞു. അപ്പോൾ നമ്മളെന്നാലും കസ്റ്റമർ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളതിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും ചെക്ക് ചെയ്തു. ഫ്യൂവൽ പമ്പൊക്കെ ചോക്കിങ് ആയിരുന്നു, വണ്ടി ഓടിക്കാനൊന്നും അത്ര കംഫർട്ടല്ലായിരുന്നു. ഷാസിയിലും ഫ്രണ്ട് ഫോർക്കിലും എല്ലാം കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. ബോഡി കിറ്റ് തന്നെ നല്ല സ്ക്രാച്ച്. കസ്റ്റമർ ബോഡി കിറ്റ് മാറണം എന്നുള്ളൊരു ഇതിൽ വന്ന ബോഡിയും ഫ്രണ്ട് ഫോർക്കിനൊക്കെ ഇഷ്യൂ വന്നു. അപ്പോൾ നമ്മളതിൻ്റെ കോട്ട് എടുത്തപ്പോൾ തന്നെ ഏകദേശം പാർട്സ് തന്നെ ഏകദേശം ഒരു 65,000 എബോവ് വരുമെന്നുള്ളത്. ഹെഡ്ലൈറ്റിനും എല്ലാം ചെറിയ ക്രാക്സ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കസ്റ്റമറോട് പറഞ്ഞു, ഡോണ്ട് വറി, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം, നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ നമ്മളതിൻ്റെ പൊട്ടിയ പാർട്സ് എല്ലാം ഫൈബറിങ് ചെയ്ത് പെയിൻറ്റിൽ തന്നെ സ്റ്റിക്കറിങ് എല്ലാം കറക്റ്റ് ചെയ്തെടുത്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ കസ്റ്റമറിനൊരു ആഫ്റ്റർ മാർക്കറ്റ് മിറർ വെക്കണമെന്ന് പറഞ്ഞു. മിറർ കസ്റ്റമർ കൊണ്ടുവന്ന മിറർ അത്രയ്ക്ക് ആക്റ്റ് അല്ലായിരുന്നു ഫിറ്റിങ്. പിന്നെ നമ്മളതിൻ്റെ ഒറിജിനൽ മൗണ്ടിലേക്ക് കൊണ്ടുവന്ന കസ്റ്റമർ കൊണ്ടുവന്ന മിറർ ഫിക്സ് ചെയ്ത് ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്ത് ഏകദേശം ഒരു ഫൈനൽ ലുക്കിലേക്ക് നിങ്ങൾ കാണുന്ന സീറ്റ് അപ്പോൾസ്ട്രി ഉൾപ്പെടെ നമ്മളത് കൊണ്ടുവന്നു. വണ്ടിക്ക് L39 നമ്പർ പ്ലേറ്റ് വെച്ചു. ഏകദേശം ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. വണ്ടി കസ്റ്റമറിനും ഭയങ്കര ഹാപ്പിയായി. എന്നാലും നമുക്ക് കസ്റ്റമറിന് എന്താ പറയാനുള്ളതെന്നും കൂടി കേൾക്കാം. അങ്ങനെ നമ്മുടെ R3 ഫുൾ ബിൽഡ് സെറ്റായി. നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഞാൻ വിചാരിച്ചാലും അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ബഡ്ജറ്റ് വൈസ് ആയിട്ടും അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ എക്സ്പെക്ടേഷനേക്കാളും ഓവറായിട്ട് ഹെവി ആയിട്ടാണ് ചെയ്തത്. താങ്ക് യു. അപ്പോൾ നമ്മളെ സജസ്റ്റ് ചെയ്യും. ഇനി എന്തായാലും ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വണ്ടി കൊണ്ടുണ്ട്, അത് ഞാൻ ഇവിടെ തന്നെ ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ കസ്റ്റമറുടെ റിവ്യൂ. അപ്പോൾ എനിവേ താങ്ക് യു സാർ. ഓക്കെ, ഇത് കസ്റ്റമറുടെ ഫ്രണ്ടാണ്. താങ്ക് യു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്.